എല്ലാവരെയും നമസ്കാരം. സിഞ്ചിത മുസ്തഫയെ അറസ്റ്റ് ചെയ്തു. റിമാൻഡിലാണ്, അതായത് മഞ്ചേരി സബ് ജയിലിലാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. സിഞ്ചിത മൊഴിയെടുക്കുമ്പോഴത്തേക്ക് ആവർത്തിച്ച് പറയുന്നുണ്ട്, ദീപക് എന്നെ അവമാനിച്ചിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയുന്നത് എടുക്കാൻ പറ്റിയില്ല, ഒരു സ്ത്രീയല്ലേ അങ്ങനെ എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാലും മറ്റൊരു വഴിത്തിരിവിലോട്ട് പോയിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടുകൾക്ക് കൈമാറാൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുത്തത് ആരാണ് വീഡിയോ. ഒരു എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാവശ്യമില്ല. കാരണം പറയുമ്പോഴത്തേക്ക് ഇപ്പൊ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ആപ്പ് ക്യാപ് കട്ടോ അതല്ല ഇൻഷോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് പറയുമ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലം പറയുമ്പോഴത്തേക്ക് 2026 അത് ആൾക്കാർ മനസ്സിലാക്കണം. ഇതിനൊരു സഹായം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒരു സഹായം ഇല്ലാതെയും ഒരു എഡിറ്റ് ചെയ്തിട്ടും ഇപ്പം പറയുമ്പോൾ ഒരു കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ ആൾക്കാർ എഡിറ്റ് ചെയ്തിടുന്നതാണ്. അതുകൊണ്ടൊരു സഹായം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശുദ്ധം മണ്ടത്തര. ഇത് ഇവള് ഒറ്റയ്ക്ക് ചെയ്തത് തന്നെ. ഇതിൽ കൂട്ടിച്ച് ബാക്കിയുള്ള ആൾക്കാരും കൂടി ഇങ്ങനെ സംശയിക്കുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരാളെ പേര് പറഞ്ഞാലും, ഇപ്പം പറയുമ്പോഴത്തേക്ക് ശത്രുക്കളെ പേര് പറയാം, ചിലപ്പോൾ ഈ മിന്നൽ നിച്ചു എന്നുള്ളൊരു വ്യക്തിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തെന്ന് പറയാം. ഒരുപാട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ എന്തൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഒരു പ്രോ ഓപ്ഷൻസിൽ ആർക്ക് വേണമെങ്കിലും ഇപ്പം എഡിറ്റ് ചെയ്യാൻ പറ്റാവുന്നുള്ളൂ. അതിൽ സ്ലോ മോഷനാ, സ്പീഡ് മോഷനാ, എന്ത് മോഷൻ വേണമെങ്കിൽ ചെയ്യാം. കളർ കൂട്ടാം, പിന്നെ വോയിസ് ഓവർ കൊടുക്കാം, വോയിസ് ക്ലിയറിറ്റി ചെയ്യാം. അതൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന് സംശയിക്കുന്നതൊക്കെ കേരള പോലീസിന്റെ ശുദ്ധ മണ്ടത്തരാണ്. അതുകൊണ്ട് ഇത് ഇത്രത്തോളം സമയം പോക്കുന്നതാണ്. ഇത് പറയുമ്പോൾ ജഡ്ജിമെന്റ്സ് വന്നിട്ട് ഒരു കോടതി വിധി വന്നിട്ട് എത്ര വർഷം ജയിലെന്ന് പറയുമ്പോഴത്തേക്ക് സൈബർ ആക്ട് പ്രകാരം ഇതിക്കുള്ള കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് സൈബർ ആക്ട് പ്രകാരം 201 വെച്ചിട്ട് ഒരു 2 വർഷത്തെ തടവ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ പറയുമ്പോഴത്തേക്ക് ഒരു കൊലപാതകം ചെയ്തതിന്റെ ഒരു കൊലക്കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അയാൾ ആത്മഹത്യ ചെയ്തതാണ് സംഭവം. എവള് പറഞ്ഞിട്ട് ഇത് ഇല്ലിക്കും പറയുമ്പോഴത്തേക്ക് ലീഗലായിട്ടുള്ള എടുക്കാൻ പറ്റുള്ള കാഴ്ച എന്ന് പറയുമ്പോൾ സൈബർ ആക്ട് മാത്രമേ ഉള്ളൂ. അതൊരു അവമാനിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് മാക്സിമം പോയാൽ 2 വർഷക്കാലേ ശിക്ഷ കിട്ടുള്ളൂ. പിന്നെന്ന് പറയുമ്പോൾ ഇത് വേറെ ആള് കൂടി ചില്ലി ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി കിട്ടും. അത് പറയുമ്പോഴത്തേക്ക് കേസ് മാറിപ്പോവും. പക്ഷെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാൾക്ക് എഡിറ്റ് ചെയ്യണമെന്ന് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നല്ല. അതിൽക്കുള്ള ആപ്പും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്, നാട്ടിലായാലും വിദേശത്തായാലും എവിടെയായാലും. അതുകൊണ്ട് മറ്റൊരു വഴിത്തിരിവിലോട്ട് ഈ കേസ് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇവൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുത്തത് ആരാണ്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സ്ത്രീയെ സമൂഹത്തിന് മുമ്പിൽ വെക്കാൻ പാടില്ല. ഒരു വൈറലാകാൻ വേണ്ടിയിട്ടോ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ടോ. ഉദാഹരണത്തിന് ഓൾറെഡി ഡൈവോഴ്സ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ശിക്ഷിക്കുകയും ചെയ്യണം. പക്ഷെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ 2-3 ന്യൂസ് കേൾക്കുന്നുണ്ട്, ഇവളെ മാപ്പ് സാക്ഷിയാക്കുന്നുണ്ട്, ഇത് വേറെ ഒരാൾ എഡിറ്റ് ചെയ്ത് കൊടുത്തതാണ്, ഇല്ലെങ്കിൽ ഇവളൊരു വീഡിയോ ക്രിയേറ്റർ ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ശുദ്ധ മണ്ടത്തര. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ കേസിന് പ്രാധാന്യമില്ല. ഇതിനും കൂടുതൽ സമയം പോക്കുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും വിഷയം പറഞ്ഞതിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.